നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. Redmi Note 8 Pro എന്ന സ്മാർട്ട് ഫോൺ ഇന്ന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 64 മെഗാ പിക്സൽ AI ക്യാമറ സെറ്റപ്പും അതോടൊപ്പം തന്നെ അലക്സ ഇൻബിൽട്ടായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സ്മാർട്ട് ഫോണായിട്ടും Redmi Note 8 Pro ഇന്ന് ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. 6.53 ഇഞ്ചോട് കൂടിയ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്കിവിടെ കിട്ടുക. വാട്ടർപ്രൂഫ് വെച്ച് ഡിസൈൻ നൽകിയിരിക്കുന്നു. 1080x2340 പിക്സൽ റെസൊല്യൂഷൻ നൽകുന്നു. ആസ്പെക്ട് റേഷ്യോ വരുന്നത് 19.5:9 ആസ്പെക്ട് റേഷ്യോയിലാണ്. കോർണിംഗ് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടുന്നുണ്ട്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ പറയുകയാണെങ്കിൽ 91.4% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്കിവിടെ കിട്ടുന്നു. HDR സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ സെറ്റപ്പാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഈ സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സർ ഭാഗത്തേക്ക് വരുമ്പോൾ മീഡിയടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രൊസസ്സറാണ് നമുക്കിവിടെ കിട്ടുക. 2.05 GHz ക്ലോക്ക് സ്പീഡ് ഉണ്ടാകും. ഗ്രാഫിക്സിന് വേണ്ടി മാലി G76 MB4 ആണ് ഇവിടെ GPU സെറ്റപ്പായിട്ട് റെഡ്മി നൽകിയിരിക്കുന്നത്. 6GB RAM, 8GB RAM എന്നീ രണ്ട് വേരിയൻറ്റുകളാണ് സ്മാർട്ട് ഫോൺ അവതരിപ്പിക്കുക. മീഡിയടെക്കിൻ്റെ ഹീലിയോ G90T എന്ന പ്രൊസസ്സർ ഗെയിമിങ്ങിന് കൂടുതലായി മുൻതൂക്കം നൽകിക്കൊണ്ട് ഇറക്കിയിരിക്കുന്ന പ്രൊസസ്സറാണ്. ഇതിൽ നമുക്ക് ലിക്വിഡ് കൂളിംഗ് സംവിധാനം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നു. അത് ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ MIUI വേർഷൻ 10 Android 9 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടു കൂടിയാണ് സ്മാർട്ട് ഫോൺ നമുക്ക് ലഭ്യമാകുക. ശേഷം MIUI 11ലും അപ്ഡേഷൻ ഉണ്ടാകും. അതോടൊപ്പം തന്നെ Android 10ൻ്റെ പുതിയൊരു അപ്ഡേഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടും. ഡിവൈസിൽ നൈറ്റ് മോഡ് സംഭവങ്ങൾ അവൈലബിൾ ആണ്. റിയൽ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. ഫേസ് അൺലോക്കും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. 3.5mm ഓഡിയോ ജാക്ക്, ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ കൂടിയ ഡെഡിക്കേറ്റഡ് മൈക്ക്, IR ബ്ലാസ്റ്റർ, അതുപോലെ തന്നെ USB Type C ഇപ്പോൾ കിട്ടുന്ന ഗ്ലാസ് ഡിസൈനിലാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ട് ഭാഗത്തും റിയൽ ഭാഗത്തും നമുക്ക് കോർണിംഗ് ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നു. 4500 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയാണ് വരുന്നത്. കൂടാതെ 18 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജ് ഇൻ ദ ബോക്സ് നമുക്ക് ഫാസ്റ്റ് ചാർജർ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണൊപ്പം കിട്ടുന്നു. ഇത്രയും കാര്യങ്ങളാണ് സ്മാർട്ട് ഫോണിൻ്റെ മെയിനായിട്ട് പറയാനുള്ളത്. ഇനി ക്യാമറ സെറ്റപ്പ് 64 മെഗാ പിക്സലിൻ്റെ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുക. 64 മെഗാ പിക്സൽ f1.9 അപ്പർച്ചറോട് കൂടിയ സാംസങ്ങിൻ്റെ GM1 സീരീസ് സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. 2 മെഗാ പിക്സലിൻ്റെ ഡെപ്ത് സെൻസർ നൽകിയിരിക്കുന്നു. f2.4 അപ്പർച്ചറോട് കൂടി. മൂന്നാമതായി 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ലെൻസ് f2.4 അപ്പർച്ചറോട് നൽകിയിരിക്കുന്നു. നാലാമതായി 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പർച്ചർ കൂടിയ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് നൽകിയിരിക്കുന്നു. ഇങ്ങനെ 4 ലെൻസുകൾ റിയൽ ഭാഗത്ത് നൽകിയിരിക്കുന്നു. ഫ്രണ്ട് ക്യാമറ വരുന്നത് 20 മെഗാ പിക്സലിലാണ്. f1.9 അപ്പർച്ചറോട് കൂടിയാണ് ആ ഒരു ക്യാമറ ലെൻസ് നൽകിയിരിക്കുന്നത്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ് സംവിധാനം UFS 2.1 ആണ് ഇവിടെ നമുക്ക് സ്മാർട്ട് ഫോണിൽ കിട്ടുക. അതോടൊപ്പം തന്നെ ഒരു സ്പ്ലാഷ് പ്രൂഫ് വാട്ടർ പ്രൂഫ് സംവിധാനവും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണൊപ്പം കിട്ടും. 6GB RAM 64GB സ്റ്റോറേജിലും 6GB RAM 128GB സ്റ്റോറേജിലും 8GB RAM 128GB സ്റ്റോറേജ് എന്നിങ്ങനെ 3 സ്റ്റോറേജ് വേരിയൻറ്റുകളായാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരിക്കുന്നത്. 6GB RAM 64GB സ്റ്റോറേജിന് 14,999 രൂപയാണ് വില നൽകിയിരിക്കുന്നത്. 6GB RAM 128GB സ്റ്റോറേജിന് 15,999 രൂപയാണ് വില നൽകിയിരിക്കുന്നത്. 8GB RAM 128GB സ്റ്റോറേജിന് 17,999 രൂപയാണ് റെഡ്മി നൽകിയിരിക്കുന്നത്. ഇത്രയുമാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആമസോണിൽ നിന്ന് ഒക്ടോബർ 21 മുതൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഒരു ആകർഷകമായ പ്രൈസിൽ തന്നെയാണ് Redmi Note 8 Pro എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്കും കൂടാതെ അലക്സ എന്നൊരു സംവിധാനം നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണോടൊപ്പം കിട്ടുന്നു. 64 മെഗാ പിക്സലിൻ്റെ AI ക്യാമറ സെറ്റപ്പ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നു. സാധാരണ റെഡ്മി 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറൊന്നും ഇൻ ദ ബോക്സ് അങ്ങനെ നൽകാറില്ല. എന്തായാലും ആ ഒരു ഫാസ്റ്റ് ചാർജർ നമുക്ക് ഇൻ ദ ബോക്സ് കിട്ടുന്നു. എല്ലാം കൊണ്ടും നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് Redmi Note 8 Pro. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാവുന്നതുമാണ്. Redmi Note 8 Pro എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ച് ഇത്രമേ പറയാനുള്ളൂ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടെക് വിശേഷങ്ങളാണ് നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോയെക്കുറിച്ച് സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ബൈ.